നമ്മുടെ ഈ തിരുവോണ നാളുകളിൽ വീടുകളിൽ വയ്ക്കുന്ന തൃക്കാക്കരയപ്പനില്ലേ, നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ നടുക്ക് വയ്ക്കുന്ന തൃക്കാക്കരയപ്പൻ, ആ തൃക്കാക്കരയപ്പനെ നിർമ്മിക്കുന്നത് തൃക്കാക്കരയിലല്ല, അത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് തൃക്കാക്കരയപ്പനെ കൂടുതലും നിർമ്മിക്കുന്നത്. ഇവിടെയുള്ള 15ഓളം കുടുംബങ്ങളാണ് തൃക്കാക്കരയപ്പൻ നിർമ്മാണത്തിൽ സജീവമായിട്ടുള്ളത്. സമൃദ്ധിയും സന്തോഷവും വരവേൽക്കാൻ വീടുകൾക്ക് മുന്നിൽ വയ്ക്കാൻ തൃക്കാക്കരയപ്പനെ നിർമ്മിക്കുന്നവർക്ക് പക്ഷേ അത്ര വലിയ സമൃദ്ധിയൊന്നുമില്ല. അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്നില്ല എന്നതാണ് തൃക്കാക്കരയപ്പനെ സമൃദ്ധിക്ക് വേണ്ടി നിർമ്മിച്ചു വിൽക്കുന്ന മനുഷ്യരുടെ പരാതി. കേട്ടുവരാം. തിരുവോണ പുലർച്ച വീടുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള തൃക്കാക്കരയപ്പൻ നിർമ്മാണം ജില്ലയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും കൊടകരയിൽ നിന്നുള്ളതിന് ആവശ്യക്കാർ ഏറെയാണ്. സംസ്ഥാനത്തെ വിവിധ വൻകിട മാളുകളിലേക്ക് ഇവിടെ നിന്നുള്ള തൃക്കാക്കരയപ്പൻ കൊണ്ടുപോകുന്നുണ്ട്. കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊടകരയിലെ കുമ്പായ സമുദായക്കാരുടെ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം തുടങ്ങും. ഓരോ വീടുകളിലും തൃക്കാക്കരയപ്പന്റെ 100 കണക്കിന് കളിമൺ രൂപങ്ങളാണ് ഉണ്ടാക്കുന്നത്. പാടങ്ങളിൽ നിന്നും കളിമണ്ണ് ലഭ്യമാവാതെ വന്നതോടെ ഓട്ട് കമ്പനികളിൽ നിന്നും അരച്ചെടുത്ത കളിമണ്ണ് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവയുടെ നിർമ്മാണം. പല വലിപ്പത്തിൽ തൃക്കാക്കരയപ്പനെ മെനഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും 7 മുതൽ 13 ഇഞ്ച് വരെ ഉയരമുള്ളവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതൽ. ശരിക്കും പണി തുടങ്ങാൻ ശരിക്കും 2 മാസം പണിയുന്നത്. ഡിമാൻഡൊക്കെ നമുക്കിപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ ഹോൾസെയിലായിട്ട് കൊണ്ടുപോകാൻ ആൾക്കാർ ചോദിച്ചു വരുന്നത് ഓർഡറുണ്ട്. ആ മുന്നത്തെ വില തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതേമാതിരി പറഞ്ഞു വരുമ്പോൾ മണ്ണിൻ്റെ കേസ്, മണ്ണിന് ഇപ്പോൾ അതേ പൈസ തന്നെയാണ്, 39 രൂപ. പിന്നെ വണ്ടി കാശ് അടക്കം വരുമ്പോൾ 50-55 രൂപ അടുത്ത് വരും. എന്നിരുന്നാലും നമ്മൾ പണ്ടത്തെ സാധനത്തിന് വിലയില്ല. ഓണത്തിന് 1 മാസം മുമ്പേ കച്ചവടക്കാരെത്തി ഓർഡർ നൽകുന്നതിനനുസരിച്ചാണ് ഇവിടത്തെ കുടുംബങ്ങൾ തൃക്കാക്കരയപ്പൻ പണി തീർക്കുന്നത്. വലിപ്പത്തിനനുസരിച്ച് 80 രൂപ മുതൽ 250 രൂപ വരെ വിലയിട്ടാണ് വിൽപ്പന. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ നൽകിയാണ് തൃക്കാക്കരയപ്പൻ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ അലങ്കാരങ്ങളോടുകൂടി തൃക്കാക്കരയപ്പൻ നിർമ്മിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെങ്കിലും അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. യന്ത്രത്തിൽ അരച്ചെടുത്ത കളിമണ്ണ് ഉപയോഗിച്ച് തൃക്കാക്കരയപ്പന്റെ രൂപം മെനഞ്ഞെടുക്കാൻ മിനിറ്റുകൾ മതിയെങ്കിലും ഇവയ്ക്ക് ഡിസൈൻ നൽകി ഉണക്കി ചായം തേച്ച് തയ്യാറാക്കിയെടുക്കാൻ കൂടുതൽ സമയം വേണം. വെയിലത്തുണക്കിയാൽ എളുപ്പം പൊട്ടിപ്പോകുമെന്നതിനാൽ തണലിലാണ് ഇവ ഉണക്കിയെടുക്കുന്നത്. ദൂരെ നിന്നുള്ള കച്ചവടക്കാരുടെ ഓർഡർ പ്രകാരം നിർമ്മിച്ച തൃക്കാക്കരയപ്പന്മാരെ അത്തത്തിന് മുമ്പ് തന്നെ ആവശ്യക്കാരെത്തി കൊണ്ടുപോയി. ഇപ്പോൾ നിർമ്മിക്കുന്നവ പ്രാദേശികമായി വിറ്റഴിക്കാനുള്ളതാണ്. ഓണനാളുകളിൽ വഴിയോരങ്ങളിലിരുന്നാണ് ഇവർ തൃക്കാക്കരയപ്പൻ വിൽപ്പന നടത്തുന്നത്. നിർമ്മാണത്തിനാവശ്യമായ കളിമണ്ണിനും പെയിന്റിനും വില കൂടുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്നാണ് തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടത്തുന്നവരുടെ പരാതി. റിപ്പോർട്ടർ, തൃശ്ശൂർ. ചില പ്രേക്ഷകർക്കെങ്കിലും സംശയം ഉണ്ടാവും, യഥാർത്ഥത്തിൽ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്നത് മഹാബലിയാണോ അതല്ല വാമനനാണോ? തൃക്കാക്കരയപ്പൻ മഹാബലിയാണെന്ന് ഒരു കൂട്ടർ, അതല്ല വാമനനാണെന്ന് മറ്റൊരു കൂട്ടർ. യഥാർത്ഥത്തിൽ വാമനനാണ് എന്നുള്ളത്, മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനനെയാണ് തൃക്കാക്കരയപ്പനായി കണക്കാക്കുന്നത് എന്നതാണ് വിശ്വാസം. പക്ഷെ അപ്പോഴൊരു ചോദ്യമുണ്ട്, മഹാബലിയെയാണോ നമ്മൾ വീട്ടിൽ പൂജിക്കേണ്ടത്, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വാമനനെയാണോ വീട്ടിൽ പൂജിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. വാമനത്വം എന്ന് പറയുന്നത് ഒരു പ്രയോഗം തന്നെയല്ലേ? അപ്പോൾ വാമനത്വം എന്ന് പറയുന്നത് ഇടുങ്ങിയ മനസ്സുള്ളവരെയാണ് നമ്മൾ പറയുക. മാവേലി എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായ മനസ്സുള്ളവരെയാണ്. അപ്പോൾ വീട്ടിൽ വെക്കേണ്ടത് മഹാബലിയാണോ വാമനനെയാണോ എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ചോദ്യങ്ങൾക്ക് അങ്ങനെ ഉത്തരവില്ല അല്ലേ? അപ്പോൾ ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ